ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നല്ല അനുഗ്രഹിക്കപ്പെട്ടതായ ദിവസം കണ്ടുണരുവാൻ വലിയവനായ ദൈവം നമ്മെ സഹായിച്ചു. ഇത്തരത്തിൽ ഈ ആലപ്പുഴ പത്തനംതിട്ട സെക്ഷൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഷാബ് സ്കൂൾ പാഠപഠനം ശ്രവിക്കുന്ന, പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഇന്നത്തെ പാഠപഠന ക്ലാസ്സിലേക്ക് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നാം ഈ ഒരു ക്വാർട്ടറിലുടനീളം പഠിച്ചുകൊണ്ടിരിക്കുന്നത് സങ്കീർത്തന പുസ്തകങ്ങളെ ആധാരമാക്കിക്കൊണ്ടാണ്. സങ്കീർത്തനങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിലുള്ളതായ പ്രാധാന്യത്തെക്കുറിച്ച്, നമ്മുടെ ആത്മീയ നിലവാരത്തെ എത്തരത്തിൽ അത് ഉയർത്തുന്നു എന്നതിനെക്കുറിച്ചുമൊക്കെയും നാം കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെയും പഠിച്ചു. പല വ്യക്തികളിലൂടെ ദൈവം അത് നമ്മളെ പഠിപ്പിച്ചു. ഇന്ന് നമുക്ക് ചിന്തിക്കാൻ തക്കമുള്ളതായ പാഠഭാഗം എന്ന് പറയുന്നത് 11ാമത്തെ ഭാഗമായ സിയോനിലെ ദൈവത്തിനായുള്ള അടങ്ങാത്ത ആഗ്രഹം എന്നുള്ളതായ പാഠമാണ് നമുക്ക് ചിന്തിക്കാൻ തക്കമുള്ളത്. സിയോനിലെ ദൈവത്തിനായുള്ള അടങ്ങാത്ത ആഗ്രഹം മനപ്പാഠവാക്യമായി നൽകിയിരിക്കുന്നതായ വേദഭാഗം 84 സങ്കീർത്തനങ്ങൾ, അതിൻ്റെ 2ാമത്തെ വാക്യം ഇപ്രകാരം വായിക്കുന്നു: എൻ്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ചു മോഹിച്ചു പോകുന്നു. എൻ്റെ ഹൃദയവും എൻ്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു. നമുക്കൊരു നിമിഷം കണ്ണുകളെ അടച്ച് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ടതായ നല്ലൊരു ദിവസം കണ്ടുണരുവാൻ അടിയങ്ങളെ സഹായിച്ചു. അതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും അടിയങ്ങൾ ഓരോരുത്തരുമായിരുന്ന സ്ഥാനമാനങ്ങളിൽ കർത്താവ് അനുഗ്രഹിച്ചു. ജോലി കാര്യങ്ങളിൽ അവിടുന്ന് അനുഗ്രഹിച്ചു. ഈ പ്രത്യേക സമയത്ത് കർത്താവെ, അടിയങ്ങൾ അങ്ങയുടെ വചന ചിന്തയിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. സങ്കീർത്തനങ്ങളിൽ കർത്താവെ, അങ്ങയെക്കുറിച്ചുള്ളതും അങ്ങയുടെ പ്രാകാരങ്ങളെക്കുറിച്ചുള്ളതും അങ്ങേ ആലയത്തെക്കുറിച്ചുള്ളതും സിയോൻ എന്ന കർത്താവെ ആ മഹാനഗരത്തെക്കുറിച്ചും ആ മഹാപർവ്വതത്തെക്കുറിച്ചുമൊക്കെയും അടിയങ്ങൾ ചിന്തിക്കുവാൻ തക്കണം പോവുകയാണല്ലോ. അത് അടിയങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ അടിയങ്ങളെ സഹായിക്കുമാറും പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ ഓൺലൈനിലൂടെ എന്നെ വീക്ഷിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഞങ്ങളുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഓരോരുത്തരെയും കർത്താവ് അവിടുന്ന് അനുഗ്രഹിച്ച് വഴി നടത്തുമാറും പ്രാർത്ഥിക്കുന്നു. തുറന്നു നടക്കുന്ന കർത്താവെ, പാഠപഠന ചിന്തയിൽ അങ്ങയുടെ സാന്നിധ്യം, ആത്മാവിൻ്റെ കൂട്ടായ്മ അടിയങ്ങളോട് കൂടിയിരിക്കണം പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിക്കൽ സ്തോത്രം. സർവ്വം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു. കൃപ തോന്നി കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ പാഠപഠന ചിന്തയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സിയോനിലെ ദൈവത്തിനായുള്ള അടങ്ങാത്ത ആഗ്രഹം എന്നുള്ളതായ 11ാമത്തെ പാഠഭാഗത്തിലേക്ക് നാം എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ മാർച്ച് മാസം ഈ ക്വാർട്ടറിൽ അവസാനിക്കാൻ തക്കണം പോവുകയാണ്. അപ്പോൾ നാം 11ാമത്തെ ഭാഗമായിരിക്കുന്ന സിയോനിലെ ദൈവത്തിനുള്ള അടങ്ങാത്ത ആഗ്രഹം, നമുക്കറിയാം സങ്കീർത്തനങ്ങളിലുടനീളം സിയോൻ സിയോൻ എന്നുള്ളതായ പദം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ജെറുസലേം സ്ഥിതി ചെയ്യുന്ന പർവ്വതത്തിൻ്റെ പേരാണ് സിയോൻ എന്ന് പറയുന്നത്. ദാവീദ് രാജാവ് അതിനെ കീഴടക്കിയതുകൊണ്ട് സിയോൻ എന്ന് പറയുന്ന സ്ഥലം, അല്ലെങ്കിൽ ആ പർവ്വതം, ദാവീദിൻ്റെ നഗരം എന്ന് വിളിക്കപ്പെട്ടു. ഏകദേശം സങ്കീർത്തനങ്ങളിലുടനീളം 38 തവണയോളം ഈ സിയോൻ എന്നുള്ളതായ പദം അല്ലെങ്കിൽ പരാമർശം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. നാം ഇന്ന് വായിച്ചു കേട്ടതായ തിരുവചന വേദഭാഗങ്ങൾ 84 സങ്കീർത്തനങ്ങൾ, കോരഹപുത്രന്മാരുടെ സങ്കീർത്തനം 84 നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. ദൈവത്തിൻ്റെ ആലയത്തെക്കുറിച്ച്, പ്രാകാരത്തെക്കുറിച്ച്, ആലയത്തിലുള്ളതായ സമാധാനത്തെക്കുറിച്ച്, അവിടെ ആയിരിക്കുമ്പോഴുള്ളതായ സന്തോഷം, സ്വസ്ഥത ഒക്കെയും നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. സിയോനിൻ്റെ ഗീതങ്ങൾ ആനന്ദകരമായ ആത്മിക ഗാനങ്ങളായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അതുപോലെ സിയോനിൻ്റെ സൗന്ദര്യത്തെയും യഹോവയുടെ പരമാധികാരത്തെയും അവ പ്രകാശിതമാക്കുന്നു എന്ന് കാണുന്നു. കോരഹപുത്രന്മാരാണ് ഈ സങ്കീർത്തനങ്ങളിൽ പലതും രചിച്ചിട്ടുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. വിശുദ്ധ മന്ദിരത്തിലെ ഗായകർ എന്ന നിലയിൽ യഹോവയുടെ ആലയം സംബന്ധിച്ച അനുഗ്രഹങ്ങളുടെ നേരിട്ടുള്ള അറിവും അനുഭവവും സമാധാനവും സന്തോഷവും അവർക്ക് ഉണ്ടായിരുന്നതായിട്ട് തിരുവചനം പഠിക്കുമ്പോഴൊക്കെയും 1 ദിനവൃത്താന്ത പുസ്തകങ്ങൾ 6-ാം അധ്യായം 31 മുതൽ 38 വരെയുള്ള വാക്യങ്ങളൊക്കെയും വായിക്കുമ്പോൾ നമുക്ക് അതൊക്കെയും വളരെ വ്യക്തമായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നു. അതുപോലെ അവർ
വിശുദ്ധ മന്ദിരത്തിൻ്റെ കവാടങ്ങളെ കാക്കുന്നവരും ആയിരുന്നു. ദിനവൃത്താന്ത പുസ്തകങ്ങൾ 9-ാം അധ്യായം 19-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇവിടെ നാം കാണുന്നത് ദൈവം തൻ്റെ ജനത്തിനിടയിൽ ജീവനോടെ വസിക്കുന്നതിൻ്റെ പ്രതീകമാണ് സിയോൻ എന്ന് നമുക്ക് കാണുന്നു. ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനം എന്ന പോലെ സിയോൻ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട പർവ്വതമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. സിയോനിൽ ദൈവം തൻ്റെ ഭരണം നടത്തുന്നു. പലവിധമായ അനുഗ്രഹങ്ങൾ, സിയോനിൻ്റെ അനുഗ്രഹങ്ങൾ ഭൂമിയുടെ അറ്റങ്ങളോളം എത്തുന്നതായിട്ട് നമുക്ക് കാണുന്നു, കവിഞ്ഞൊഴുകുന്നതായിട്ട് നമുക്ക് കാണുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹം ഭൂമിയുടെ അറ്റത്തോളം എത്തുന്നതായിട്ട് കാണുന്നു. 48-ാം സങ്കീർത്തനങ്ങൾ അതിൻ്റെ 2-ാമത്തെ വാക്യം ഇപ്രകാരമാണ് വായിക്കുന്നത്: മഹാരാജാവിൻ്റെ നഗരമായി ഉത്തരഗിരിയായ സിയോൻ പർവ്വതം ഉയരം കൊണ്ട് മനോഹരവും സർവ്വഭൂമിയുടെയും ആനന്ദവും ആകുന്നു എന്ന്. അപ്പോൾ സർവ്വഭൂമിയുടെ ആനന്ദമാണ്, സമാധാനമാണ് സിയോൻ എന്നുള്ളതായ നഗരം. മഹാരാജാവ്, ദൈവത്തിൻ്റെ നഗരമായി ഉത്തരഗിരിയായ സിയോൻ പർവ്വതം, ദൈവം തൻ്റെ ഭരണം അവിടെ കാഴ്ചവെക്കുന്നു, അവിടെ നടത്തുന്നു. ദൈവത്തിൻ്റെതാണ് ഈ സകല ഭൂമിയുമെന്ന് നമുക്ക് ഈ ഒരു വേദഭാഗത്ത് കാണുവാനായിട്ട് സാധിക്കുന്നു. നമ്മൾ ആദ്യത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ ആലയത്തിൽ ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമം എന്നുള്ളതായ ഭാഗം നമ്മൾ ചിന്തിക്കുമ്പോൾ 84-ാം സങ്കീർത്തനം അതിൻ്റെ 10-ാമത്തെ വാക്യം ഇപ്രകാരം വായിക്കുന്നു: നിന്റെ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമല്ലോ. കോരകപുത്രന്മാർ പറയുകയാണ്. നമുക്ക് അത്തരത്തിലുള്ള ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്നും ചിന്തിക്കുക. ദൈവത്തിൻ്റെ ആലയത്തിൽ നമുക്ക് കടന്നു വരുമ്പോൾ മറ്റെങ്ങും കിട്ടാത്തതായ ഒരു സമാധാനം, സ്വസ്ഥത, സന്തോഷമൊക്കെയും ദൈവത്തിൻ്റെ ആലയത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുക. അത്തരത്തിൽ ദൈവത്തിൻ്റെ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസം നമ്മുടെ മറ്റുള്ള 1000 ദിവസത്തേക്കാൾ ഉത്തമമാണ്. അത് തന്നെ നമ്മൾ നോക്കുമ്പോൾ അറിയാം എത്രമാത്രം സന്തോഷമാണ് ആ ഒരു ദിവസത്തിൽ ആ ദൈവത്തിൻ്റെയോടൊപ്പം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. അത് അനുഭവിച്ചറിഞ്ഞവരാണ് കോരകപുത്രന്മാർ. അതുകൊണ്ടാണ് അത്തരത്തിൽ അവർ അങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ താഴത്തേക്ക് നമ്മൾ വായിക്കുമ്പോൾ, ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ വാതിൽ കാവൽക്കാരനായിരിക്കുന്നത് എനിക്കേറെ ഇഷ്ടം. യഹോവയായ ദൈവം സൂര്യനും പരിചയം ആകുന്നു. എനിക്ക് ആ ആലയത്തിനകത്തേക്ക് പ്രവേശനമില്ലെങ്കിലും, എനിക്ക് പ്രവേശിക്കാൻ സാധിച്ചില്ലെങ്കിലും കൂടെ എനിക്ക് ആലയത്തിൻ്റെ കാവൽക്കാരനായി നിന്നാൽ മതി. ആ ആലയത്തോട് ഉള്ളതായ ബന്ധത്തിൽ എനിക്കായിരുന്നാൽ മതി. കാരണം ദൈവത്തിൻ്റെ സാന്നിധ്യം ഒക്കെയും നമുക്ക് അവിടെ നിന്ന് അനുഭവിക്കാൻ തക്കണം സാധിക്കും. അങ്ങനെ അനുഭവിച്ച വ്യക്തികളാണ് ഈ കോരപുത്രന്മാർ. അത്തരത്തിൽ ആ വലിയൊരു അനുഗ്രഹം പ്രാപിച്ചെടുത്ത ഇവർ ആ അനുഭവത്തിൽ നിന്നും എഴുതിയതായ ഭാഗങ്ങളാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ ഓരോരുത്തരുടെ അനുഭവങ്ങൾ നമ്മൾ വയ്ക്കുക. നമുക്ക് എപ്പോഴെങ്കിലും അത്തരത്തിലുള്ളതായ ഓരോ അനുഗ്രഹങ്ങൾ, സമാധാനം, സന്തോഷം ദൈവത്തിൻ്റെ പ്രാകാരങ്ങളിൽ, ആലയത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ടെന്ന്, ഒരു പീസ്ഫുൾ മൈൻഡ് നമുക്ക് അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ടോ നമ്മൾ ചിന്തിക്കുക. നമ്മൾ പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ ജീവനുള്ള സാന്നിധ്യം ദൈവാലയത്തെ തൻ്റെ സ്ഥിരമായ വാസസ്ഥലം ആക്കുവാൻ സങ്കീർത്തനക്കാരൻ കാത്തിരുന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. പ്രയാസങ്ങൾ വരുമ്പോഴും സങ്കടങ്ങൾ വരുമ്പോഴൊക്കെയും ദൈവസാന്നിധ്യം ഉള്ളതായ ആ സ്ഥലത്ത് ദൈവത്തിൻ്റെ ആലയത്തിൽ കടന്നു ചെല്ലുകയും ഒക്കെയും പതിവായിരുന്നു. നമ്മുടെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ നാം അത്തരത്തിലുള്ളതായ കാഴ്ചപ്പാടുള്ള വ്യക്തികളാണോ എന്ന് ചിന്തിക്കുക. പ്രയാസങ്ങൾ, സങ്കടങ്ങളൊക്കെയും വരുമ്പോൾ നാം ദൈവസാന്നിധ്യത്തിലേക്ക് അടുത്തു ചെല്ലാറുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുക. 84-ാം അധ്യായം സങ്കീർത്തനങ്ങൾ 84 അത് 1 മുതൽ 4 വരെ നമ്മൾ വായിക്കുമ്പോൾ ഇപ്രകാരമാണ് കാണുന്നത്: സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം! എൻ്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ചു മോഹിച്ചു പോകുന്നു. എൻ്റെ ഹൃദയവും എൻ്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു. കുരികിൽ ഒരു വീടും മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്ക് ഒരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. എൻ്റെ രാജാവും എൻ്റെ ദൈവവുമായ സൈന്യങ്ങളുടെ യഹോവേ, അവിടുത്തെ യാഗപീഠങ്ങളെ തന്നെ. അവിടുത്തെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. അവർ നിന്നെ നിത്യം സ്തുതിച്ചു കൊണ്ടിരിക്കും.
ദൈവാലയത്തിൽ വസിക്കുന്നവർക്കുള്ളതായ പ്രത്യേകത, അവർക്കുള്ളതായ സന്തോഷം എന്തൊക്കെയാണ്, അവർക്കുള്ള അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? അവിടുത്തെ ആലയത്തിൽ വസിക്കുന്നവർ, അവിടെ വേല ചെയ്യുന്നവർ എന്താണ്? ഭാഗ്യവാന്മാർ ആണ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവർക്ക് നിത്യം കർത്താവിനെ സ്തുതിച്ചു കൊണ്ടിരിക്കാനുള്ള അവകാശം, അല്ലെങ്കിൽ ആ ഒരു സ്വാതന്ത്ര്യം, അധികാരമൊക്കെയും ദൈവം അവർക്ക് നൽകിയിരുന്നു. നമ്മെ സംബന്ധിച്ച് നാം ദൈവവേലയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സാമീപ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവാലയത്തിൽ കടന്നു പോകുമ്പോഴൊക്കെയും നമ്മൾക്കും ഇത്തരത്തിലുള്ള ഭാഗ്യങ്ങൾ ലഭിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും അതിനെക്കുറിച്ച്, പാസ്റ്റർമാരായിരിക്കുന്ന, ദൈവദാസന്മാരായിരിക്കുന്ന, ശുശ്രൂഷകന്മാരായിരിക്കുന്ന നമുക്കെല്ലാവർക്കും അത്തരത്തിലുള്ള ഒരു ഭാഗ്യം ലഭിക്കുന്നു. അവിടുത്തെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് തിരുവചനം നമ്മോട് പറയുന്നു. ഈ ഒരാഴ്ചയിൽ നമ്മൾ പ്രധാനമായിട്ടും ചിന്തിക്കുവാൻ തക്കൊണ്ട് പോകുന്നതായ സങ്കീർത്തനങ്ങൾ എന്ന് പറയുന്നത് 84-ാം സങ്കീർത്തനം, അതുപോലെ 122-ാം സങ്കീർത്തനം, 87-ാം സങ്കീർത്തനം, 46-ഉം 125-ഉം സങ്കീർത്തനം ഒക്കെയും കോർത്തിണക്കിക്കൊണ്ടാണ് നമ്മൾ ചിന്തിക്കുവാൻ തക്കൊണ്ട് പോകുന്നത്. അതിൽ 84-ാം സങ്കീർത്തനം നമ്മൾ പഠിക്കുക, നമ്മൾ വീട്ടിലിരുന്നു കൊണ്ട് സ്വസ്ഥതയോടെ സമാധാനത്തോടെ നമ്മൾ വായിക്കുക. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിലും അത് പ്രാവർത്തികമാക്കുവാൻ തക്കൊണ്ട് നമ്മൾ ശ്രമിക്കുക. ദൈവാലയത്തിൻ്റെ പ്രത്യേകത, ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞ വ്യക്തികൾ എഴുതിയതാണ്. ദൈവമായിട്ടുള്ളൊരു ബന്ധത്തിലായിരിക്കുമ്പോൾ നമുക്ക് എവിടുന്നും കിട്ടാത്ത ഒരു സന്തോഷം, സമാധാനം ഒക്കെയും ആശ്വാസമൊക്കെയും നമുക്ക് ദൈവമായിട്ടുള്ളൊരു ബന്ധത്തിൽ ദൈവാലയത്തിൽ നിന്ന് ലഭിക്കുമെന്നായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നു. ദൈവാലയത്തിൽ നിന്നും വ്യത്യസ്തമായ അനുഗ്രഹങ്ങൾ അവിടെ കടന്നു വരുന്ന ഓരോ വ്യക്തികൾക്കും ലഭിക്കുന്നു. അതിലാദ്യം ലഭിക്കുന്നവർ എന്ന് പറയുന്നത് അവിടെ ശുശ്രൂഷകന്മാരായിരിക്കുന്നവർക്കാണ് എന്ന് നമുക്ക് 4-ാമത്തെ വാക്യം 84-4 നമ്മൾ വായിച്ചതുപോലെ, നിൻ്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്കാണ് ലഭിക്കുന്നത്. അടുത്ത ഭാഗത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 122-ാം സങ്കീർത്തനങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, സിയോൻ്റെ സമാധാനം, യെരൂശലേമിൻ്റെ സമാധാനത്തിനായി പ്രാർത്ഥിക്കുക. 122-ാം സങ്കീർത്തനം നമ്മൾ പഠിക്കുമ്പോൾ 1 മുതൽ 5 വരെ 9 വാക്യങ്ങളാണ് ഉള്ളത്. നമ്മൾ വായിക്കുമ്പോൾ, യഹോവയുടെ ആലയത്തിലേക്ക് നമുക്ക് പോകാം എന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. നാം പലപ്പോഴും ഇന്നത്തെ ഈ ലോകത്ത് യഹോവയുടെ ആലയത്തിലേക്ക് പോകുവാൻ നമുക്ക് ആഗ്രഹമുണ്ടോ? നമ്മൾ സന്തോഷവാന്മാരാണോ എന്ന് ചിന്തിക്കുക. പലർക്കും വേറെ വല്ല കാര്യത്തിലുമാണ് സന്തോഷം ലഭിക്കുന്നത്. പക്ഷേ ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നു, യഹോവയുടെ ആലയത്തിലേക്ക് നമുക്ക് പോകാം എന്ന് പറയുമ്പോൾ അവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. കാരണം അത്രമാത്രം അനുഗ്രഹങ്ങളാണ്, സമാധാനമാണ് ദൈവത്തിൻ്റെ പ്രാകാരത്തിൽ നിന്നും അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്നത്. 120, 121, 22, 23 ഒക്കെയും നമ്മൾ നോക്കുമ്പോൾ, 24 സങ്കീർത്തനങ്ങളൊക്കെ നോക്കുമ്പോൾ അതൊക്കെ ആരോഹണ ഗീതങ്ങളായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. വിശ്വാസി യാത്രികരുടെ യെരൂശലേമിൽ എത്തുമ്പോഴുള്ള ആവേശത്തെ ഈ 122-ാം സങ്കീർത്തനങ്ങൾ വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നു, അല്ലെങ്കിൽ അത് പ്രകടമാക്കുന്നു. ദൈവജനം ഒത്തുചേർന്ന് വർഷത്തിൽ 3 പ്രാവശ്യം യെരൂശലേമിൽ എത്തിയിരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ദൈവം അവരോട് കഴിഞ്ഞ കാലങ്ങളിലും ഇപ്പോഴും കാണിക്കുന്ന നന്മയും അവരുടെ എല്ലാവിധമായ പ്രയാസങ്ങളിൽ നിന്നും അവരെ വിടുവിക്കുന്നതിനുമൊക്കെയുമായിട്ട്, അതൊക്കെയും ദൈവത്തിൽ നന്ദി അർപ്പിക്കുവാനുമൊക്കെയുമായിട്ട്, അത് ആഘോഷിക്കുവാനുമൊക്കെയായിട്ട് അവർ അപ്രകാരം പലപ്പോഴും യെരൂശലേമിൽ കൂടി വന്നിരിക്കുന്നതായിട്ട് കാണുന്നു. ആവർത്തന പുസ്തകം 16-ാം അധ്യായം 16-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ കാണുന്നു. ആ ദേശത്തിൻ്റെ ജീവിത കേന്ദ്രമായിരുന്നു യെരൂശലേം എന്ന് പറയുന്നത്. ന്യായവിധിക്കായിട്ടുള്ളതായ സിംഹാസനവും അവിടെയായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത്. 6 മുതൽ 9 വരെ നമ്മൾ വാക്യങ്ങൾ വായിക്കുമ്പോൾ, യെരൂശലേമിൻ്റെ സമാധാനത്തിനായി പ്രാർത്ഥിപ്പിൻ, നിന്നെ സ്നേഹിക്കുന്നവർ സ്വൈര്യമായിരിക്കട്ടെ, നിൻ്റെ കൊത്തളങ്ങളിൽ സമാധാനവും നിൻ്റെ അരമനകളിൽ സ്വൈര്യവും ഉണ്ടാകട്ടെ. എൻ്റെ സഹോദരന്മാരും കൂട്ടാളികളും നിമിത്തം നിന്നിൽ സമാധാനം ഉണ്ടാകട്ടെ എന്നു ഞാൻ പറയും. നമ്മുടെ ദൈവമായ യഹോവയുടെ ആലയം നിമിത്തം ഞാൻ നിൻ്റെ നന്മ അന്വേഷിക്കും. ഇവിടെ യെരൂശലേമിൻ്റെ സമാധാനത്തിനായിട്ട് പ്രാർത്ഥിക്കുക എന്നതാണ്
നമ്മൾ വായിച്ചു കേട്ടതായ വചനങ്ങൾ പറയുന്നത്. നമ്മൾ മറ്റുള്ളവരുടെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? 6 മുതൽ 9 വരെ നമ്മൾ വായിക്കുമ്പോൾ ദേശത്തിൻ്റെ സമാധാനത്തിന്, യെരുശലേമിൻ്റെ സമാധാനത്തിനായുള്ള പ്രാർത്ഥന നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. വിശ്വാസ സമൂഹത്തിൻ്റെ ക്ഷേമത്തിന് നമുക്ക് വേണ്ടി ദൈവമക്കളുടെ പ്രാർത്ഥന എന്നീ സങ്കീർത്തനം നമ്മെ പഠിപ്പിക്കുന്നു. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഈ സങ്കീർത്തനം നമ്മെ ആഹ്വാനം ചെയ്യുന്നു. മറ്റുള്ളവരുടെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഈ സങ്കീർത്തനം നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇന്ന് വിശ്വാസി സമൂഹത്തിൽ പലരും കഷ്ടപ്പാടുകൾ, വളരെ ക്രൈസിസിലൂടെയൊക്കെയും കടന്നു പോകുന്നവരാണ്. അവരുടെ അവസ്ഥകളൊക്കെയും നമ്മോട് പലപ്പോഴും പലരും ഷെയർ ചെയ്യാറുണ്ട്. അതൊക്കെയും നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ഉള്ളിൽ തന്നെ വെക്കാതെ നാം അത് ദൈവത്തെങ്കിലേക്ക് സമർപ്പിച്ച്, ദൈവമേ അവർക്ക് അവരുടെ ജീവിതത്തിൽ നന്മ നൽകണമേ, അവർ അനുഭവിച്ചു വരുന്ന ഈ പ്രയാസത്തിൽ നിന്നും കർത്താവ് ഒരു വിടുതൽ പ്രിയപ്പെട്ടവർക്ക് നൽകണമേ എന്ന് നാം പ്രാർത്ഥിക്കാറുണ്ടോ? മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുക. എല്ലാവരും വിശ്വാസ സമൂഹത്തിലാണെങ്കിൽ കൂടിയും നാം അത്തരത്തിൽ പ്രാർത്ഥനാശീലമുള്ളവരാണോ എന്ന് നമ്മൾ ചിന്തിക്കുക. നമ്മളെല്ലാം ഈ പറയപ്പെടുന്ന സങ്കീർത്തനങ്ങളൊക്കെയും നമ്മളെ ജീവിതത്തിൽ ഒരു പാഠമാക്കുവാനും നമ്മുടെ ജീവിതത്തിൽ അത് അനുഗ്രഹിക്കുവാനുമായിട്ട് ശ്രമിക്കുക. 84-ാം സങ്കീർത്തനം, 122-ാം സങ്കീർത്തനം, അതുപോലെ 87-ാം സങ്കീർത്തനം, 46-ാം സങ്കീർത്തനം ഒക്കെയും നമ്മൾ വായിക്കുവാൻ ശ്രമിക്കുക. ഈ ക്ലാസ് നമ്മൾ ഈ ധ്യാന ചിന്തയിലായിരിക്കുമ്പോൾ നാം അതിൽ മാത്രം നോക്കാതെ നമ്മൾ വീട്ടിലായിരിക്കുന്ന സമയത്ത് ഈ സങ്കീർത്തനങ്ങളൊക്കെയും വെച്ച് നമ്മൾ വായിക്കുക. അതിൽ നമ്മുടെ ജീവിതവും ഉൾക്കൊള്ളുന്നതായിട്ട് കാണുന്നു. നൂറ്റാണ്ടുകൾക്ക് മുൻപേ രചിച്ചിട്ടുള്ളതാണെങ്കിലും ഇന്നത്തെ കാലത്തും ഏറ്റവും അനുയോജ്യമായ രീതിക്കാണ് അന്നത്തെ കാലത്തുള്ളവർ അത് രചിച്ചിട്ടുള്ളത്. ഓരോരുത്തരുടെ ഇമോഷൻസ് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. നമ്മൾ അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ സിയോൻ സർവ്വരാജ്യങ്ങളുടെയും ഭവനം, 87-ാം സങ്കീർത്തനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ സിയോൻ എല്ലാ പർവ്വതങ്ങളെയും ഉൾക്കൊള്ളുന്നതായിട്ട്, എല്ലാത്തിൻ്റെയും ഭവനം, കേന്ദ്രം ആയിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. 87-ാം സങ്കീർത്തനം 1-2 വാക്യങ്ങൾ പ്രകാരം വായിക്കുന്നു: യഹോവ വിശുദ്ധ പർവ്വതത്തിൽ സ്ഥാപിച്ച നഗരത്തെ, സിയോൻ്റെ പടിവാതിലുകളെ തന്നെ യാക്കോബിൻ്റെ സകല നിവാസികളെക്കാളും അധികം സ്നേഹിക്കുന്നു. കർത്താവായ ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്തതും പ്രിയമേറിയതുമായ ഒരു നഗരമായിട്ട് സിയോൻ വാഴ്ത്തപ്പെടുന്ന ഒരു ഗീതമാണ് സങ്കീർത്തനങ്ങൾ 87. എന്താണ്? കർത്താവായ ദൈവം പ്രത്യേകയാൽ തിരഞ്ഞെടുത്തതും പ്രിയമേറിയതുമായ ഒരു നഗരമായിട്ട് സിയോൻ വാഴ്ത്തപ്പെടുന്ന ഒരു ഗീതം ആണ് 87-ാം സങ്കീർത്തനങ്ങൾ എന്ന് പറയുന്നത്. 7 വാക്യങ്ങളാണ് ഉള്ളത്. വളരെ സന്തോഷകരമായുള്ള പല കാര്യങ്ങളും നമുക്ക് ആ ഒരു വാക്യങ്ങളിലൊക്കെയും കാണുവാനായിട്ട് സാധിക്കുന്നു. എൻ്റെ ഉറവുകളൊക്കെയും നിന്നിലാകുന്നു. ജീവൻ്റെ ഉറവ് കർത്താവായ ദൈവമാണ്. നമുക്കറിയാം, നമ്മുടെ എല്ലാവരുടെ ജീവശ്വാസം നൽകിയിരിക്കുന്ന കർത്താവായ ദൈവമാണ്. ജീവൻ്റെ ഉറവ് നിന്നിലുണ്ടല്ലോ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഈ 87-ാം സങ്കീർത്തനത്തിൽ കോരേപുത്രന്മാരുടെ സങ്കീർത്തനമാണ്. അപ്പോൾ നമ്മൾ വായിക്കുമ്പോൾ ഇവിടെ സിയോനെ പർവ്വതം എന്ന് സങ്കീർത്തനം 87-ൽ പരാമർശിക്കുന്നു. അതിൻ്റെ മഹിമയെ ആണ് അത് എടുത്തു പറയുന്നത്. അതിൻ്റെ ഉയരം, അതിൻ്റെ ഉന്നതിയെ ഒക്കെയുമാണ് അത് വാഴ്ത്തുന്നത് കാണുവാനായിട്ട് സാധിക്കുന്നു. 125-ാം സങ്കീർത്തനം അവസാന ദിവസം നമുക്ക് പഠിക്കാനുണ്ട്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു. ഇവിടെയും പർവ്വതമെന്ന് സിയോനെ എടുത്തു പറഞ്ഞിരിക്കുന്നതായി കാണുന്നു. കാരണം പർവ്വതങ്ങൾ യെരുശലേമിനെ ചുറ്റിയിരിക്കുന്നു. പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ടതായ ഒരു നഗരമാണ് യെരുശലേം. ഉത്തരഗിരിയായ സിയോൻ സർവ്വഭൂമിയുടെയും ആനന്ദകരമാണ് എന്ന് സങ്കീർത്തനക്കാരൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ യഥാർത്ഥ സത്യാരാധന ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലങ്ങളിലും നിർദ്ദേശിക്കപ്പെട്ട വിധത്തിലും ആയിരിക്കണമെന്ന് ഈ 87-ാം സങ്കീർത്തനം ഒന്നുകൂടെ ഉറപ്പിച്ച് പറയുന്നു. ദൈവത്തിലേക്ക് സിയോൻ്റെ മഹത്വം സകല ദേശങ്ങളെയും എത്തിച്ചേരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു.
ദൈവത്തിങ്കിലേക്ക് സിയോൻ്റെ മഹത്വം സകല ദേശങ്ങളെയും ഒത്തുചേർപ്പിക്കുന്നതായിട്ട് അല്ലെങ്കിൽ ചേർത്തടിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നു. ഒരു ഐക്യം അവിടെ സൃഷ്ടിക്കുന്നതായിട്ട് കാണുന്നു. ഇവിടെ പറയുന്നത് ദൈവത്തെ തങ്ങളുടെ രക്ഷകനായി അംഗീകരിക്കുന്ന എല്ലാവരുടെയും ആത്മീക ജന്മസ്ഥലമായിട്ട് സിയോൻ ചിത്രീകരിക്കപ്പെടുന്നു. അതുപോലെ തന്നെ മറ്റു ദേശങ്ങളെ ഒന്നും ദൈവം രണ്ടാം നിര പൗരന്മാരായിട്ട് കണക്കാക്കുന്നില്ല. എല്ലാം ദൈവസന്നിധിയിൽ ഒരുപോലെയാണ്. എന്നാലും സിയോൻ പർവ്വതത്തിൽ അതിൻ്റേതായ ഒരു മഹത്വം, ദൈവത്തിൻ്റെ സാന്നിധ്യം, സമാധാനം, സന്തോഷമൊക്കെയും കുടികൊള്ളുന്നതായിട്ട് നമുക്ക് ഈ വാക്യങ്ങളിലും സങ്കീർത്തനങ്ങളിലൊക്കെയും കാണുവാനായിട്ട് സാധിക്കുന്നു. യഹൂദരുടെയും ഇതര വംശങ്ങളുടെയും രക്ഷയിലേക്ക് ഈ 87-ാം സങ്കീർത്തനം വിരൽ ചൂണ്ടുന്നതായിട്ട് നമുക്ക് ആ വായിക്കുമ്പോൾ അതിൽ നിന്നൊക്കെയും കാണുവാനായിട്ട് സാധിക്കുന്നു. നിങ്ങൾ വീട്ടിലിരിക്കുന്ന സമയത്ത് അതൊക്കെയും വായിക്കണമെന്ന് ഈ സമയത്ത് ഞാൻ ആഹ്വാനം ചെയ്യുന്നു. അടുത്ത ഭാഗത്തിലേക്ക് പോകുമ്പോൾ 46-ാം സങ്കീർത്തനം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ തക്കണം ആഗ്രഹിക്കുന്നു. സിയോനിൻ്റെ സുരക്ഷയും സമാധാനവും, ബുധനാഴ്ചത്തെ പാഠഭാഗം 46-ാം സങ്കീർത്തനം 1 മുതൽ 7 വരെ നമ്മൾ വായിക്കുമ്പോൾ, ദൈവം നമ്മുടെ സങ്കേതവും ബലവും ആകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാലും അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. നമ്മൾ വായിക്കുമ്പോൾ ദൈവം നമ്മുടെ സങ്കേതവും ബലവും ആണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കഷ്ടങ്ങളിൽ, നമ്മുടെ രോഗങ്ങളിൽ, നമ്മുടെ പ്രയാസങ്ങളിലൊക്കെയും ദൈവം നമ്മെ സൃഷ്ടിച്ചവൻ, നമ്മെ പരിപാലിക്കുന്നവൻ, നമ്മെ വീണ്ടെടുക്കുന്നവൻ നമുക്ക് ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു എന്ന് ഈ തിരുവചന വേദഭാഗം നമ്മോട് ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും വലിയ പ്രയാസങ്ങളുണ്ടായാലും നമുക്ക് നമ്മുടെ ജീവിതത്തിനൊന്നും സംഭവിക്കില്ല. കാരണം ദൈവം നമ്മുടെ പക്ഷത്തുണ്ട്. ദൈവം നമുക്ക് സമീപസ്ഥനാണ്. നമ്മൾ ആദ്യം മനസ്സിലാക്കുക, ദൈവം നമ്മോട് കൂടെ ഉണ്ടോ എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അതിൻ്റെ 10-ാമത്തെ വാക്യം പറഞ്ഞിരിക്കുന്നത്, മിണ്ടാതിരുന്നു ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. മിണ്ടാതിരുന്ന്, ഞാനാണ് സകലത്തിൻ്റെയും സൃഷ്ടിതാവ്, ഞാനാണ് ഈ ലോകത്തെ മുന്നിലേക്ക് നയിക്കുന്നത്, ഈ ലോകത്തെ വളർത്തുന്നത്, സകലത്തിൻ്റെയും സൃഷ്ടിതാവ്, സകലത്തെയും ചമച്ചവൻ എന്ന് അറിഞ്ഞുകൊള്ളുവിൻ എന്ന് ഈ വാക്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. പലപ്പോഴും നമ്മുടെ സഹോദരങ്ങൾക്ക് പലവിധമായ പ്രയാസങ്ങൾ, അയൽ രാജ്യങ്ങൾക്കൊക്കെയും പലവിധമായ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെയും വരുന്നു. യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പങ്ങളൊക്കെയും നമുക്ക് TV മാധ്യമങ്ങളിലൂടെയൊക്കെയും കേൾക്കുവാൻ തക്കണം ഇടവരുന്നു. പലപ്പോഴും ദൈവ പരിജ്ഞാനം ഇല്ലാത്ത ഒരു ലോകത്തിലൊക്കെയുമാണ് ഇത്തരത്തിൽ, ദൈവത്തെ ഭയമില്ലാത്ത സ്ഥലങ്ങളിലൊക്കെയുമാണ് ഇത്തരത്തിൽ വലിയ പ്രതിസന്ധികളൊക്കെയും വരുന്നത്. ദൈവം തൻ്റെ ജനത്തിൻ്റെ ഇടയിലാണ്. ദൈവമുള്ളിടത്ത് സമാധാനം വർദ്ധിച്ചു വരുന്നു എന്ന് നമുക്ക് 46-ാം സങ്കീർത്തനം അതിൻ്റെ 4-5 വാക്യങ്ങളിലൊക്കെയും കാണുന്നു. ഒരു നദിയുണ്ട്, അതിൻ്റെ തോടുകൾ ദൈവ നഗരത്തെ, അത്യുന്നതൻ്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു. ദൈവം അതിൻ്റെ മധ്യേ ഉണ്ട്, അത് കുലുങ്ങിപ്പോകുകയില്ല. ദൈവം തൻ്റെ ജനത്തിൻ്റെ മധ്യയുണ്ട്. തൻ്റെ ജനത്തിൻ്റെ ആവശ്യങ്ങളൊക്കെയും നിറവേറ്റുവാനായിട്ട്, അവർക്ക് വേണ്ടുന്ന സ്വസ്ഥത, സമാധാനം നൽകുവാനായിട്ട് ദൈവം തൻ്റെ ജനത്തിൻ്റെ ഇടയിലാണുള്ളത്. ദൈവത്തെ അറിയാത്തവരുടെ ഇടയിൽ പലപ്പോഴും പലവിധമായ ദുഷ്പ്രവൃത്തികൾ, പ്രയാസങ്ങൾ ഒക്കെയും വന്നു ഭവിക്കും. എന്നിരുന്നാലും അവരെയൊക്കെയും ദൈവം പരിപാലിക്കുന്നവനാണ്. എസ്പെഷ്യലി നമ്മൾ നോക്കുമ്പോൾ ദൈവത്തെ കൂടുതൽ അന്വേഷിക്കുന്നവർക്കും പ്രയാസങ്ങളൊക്കെയും വരും. എന്നിരുന്നാലും അവർക്ക് സമാധാനം, സന്തോഷകരമായ, ആനന്ദകരമായ ഒരു അനുഭവം തീർച്ചയായും സ്വർഗത്തിലെ ദൈവം നൽകും. നിന്റെ കൽപ്പനകളോട്, നിന്റെ ന്യായപ്രമാണത്തോട്, ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനമുണ്ട് എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. അവർക്ക് വീഴ്ചയ്ക്ക് സംഗതി ഏതുമില്ല എന്ന് തിരുവചനം വളരെ വ്യക്തമായിട്ട് നമ്മോട് പറയുന്നു. ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനം, ദ ഗ്രേറ്റ് പീസ് ദൈവം നൽകുന്നു. അത്തരത്തിൽ സമാധാനം, സന്തോഷങ്ങൾ
അനുഭവിച്ചറിഞ്ഞവരാണ് ഇത്തരത്തിൽ ഈ സങ്കീർത്തനങ്ങളൊക്കെയും രചിച്ചിട്ടുള്ളത്. നമുക്കും നമ്മുടെ ജീവിതത്തിലുള്ള ആ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് നമുക്കും ഓരോന്നും രചിക്കാം. ദൈവം എന്നെ ഇങ്ങനെ നടത്തി, കഴിഞ്ഞ കാലങ്ങളിൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ ജീവിതത്തിൽ വന്നു ഭവിക്കേണ്ടതായ പലവിധമായ അപകട സാഹചര്യങ്ങളിൽ നിന്നും കർത്താവ് എന്നെ വിടുവിച്ചു. ഇത്രമാത്രം അത്ഭുതകരമായ പ്രവൃത്തി ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവം നൽകി എന്ന് നമുക്ക് പറയുവാൻ, നമ്മളൊരു സാക്ഷ്യമായി മാറുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുക. ദൈവം തൻ്റെ ജനത്തിൻ്റെ മധ്യയിലാണുള്ളത്. ദൈവം തൻ്റെ ജനത്തോട് കൂടെ ഉണ്ടെങ്കിൽ ആ ജനത്തിന് യാതൊരു വിധമായ പ്രയാസവും പ്രതിസന്ധിയും ഉണ്ടാകില്ല. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് ഒരു മുട്ടുമുണ്ടാകുകയില്ല. യഹോവ എൻ്റെ രാജാവാകുന്നത് കൊണ്ട് എൻ്റെ ജീവിതത്തിൽ പലവിധമായ പ്രയാസങ്ങളും വരുമെങ്കിലും അതൊക്കെയും കർത്താവായ ദൈവമാണ് മാറ്റിത്തരുന്നത് എന്നുള്ള പൂർണ്ണ വിശ്വാസത്തിലാണോ വിശ്വാസി സമൂഹങ്ങളായ നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്? നമ്മൾ ചിന്തിക്കുക. കർത്താവിൽ ആശ്രയം വയ്ക്കുവാൻ സങ്കീർത്തനക്കാരൻ നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. അടുത്ത ഭാഗത്തിലേക്ക് നാം പോകുമ്പോൾ 125 സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ കുറച്ച് വാക്യങ്ങളേ ഉള്ളൂ, 5 വാക്യങ്ങളേ ഉള്ളൂ. 125 സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ ഞാനിതിനു മുൻപ് പരാമർശിച്ച പോലെ യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു. എത്ര നല്ലൊരു വാക്യമാണ്, പദപ്രയോഗമാണ്. യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു. ആ സമാധാനപരമായുള്ള യഹോവയിലാണ് നാം പ്രത്യാശ വെച്ചിരിക്കുന്നതെങ്കിൽ, യഹോവയാണ്, ദൈവത്തിലാണ് നാം സേവിച്ചിരിക്കുന്നതെങ്കിൽ, സേവിച്ചു പോരുന്നെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, എന്തൊക്കെ പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിൽ വന്നാലും നമ്മൾ വീണു പോകുകയില്ല, തളർന്നു പോകുകയില്ല. കൈപിടിച്ചുയർത്തുവാൻ പ്രാപ്തനായ ഒരു ആളെയാണ് നാം ഓരോരുത്തരെയും സേവിക്കുന്നത്. നാം മനസ്സിലാക്കേണ്ട ആ സമയം വരും. നമ്മൾ ഓരോരുത്തരെയും ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ, കഴിഞ്ഞ പോലെ കാലങ്ങളൊക്കെയും പരിശോധിക്കുമ്പോൾ, വീണു പോകേണ്ട സാഹചര്യങ്ങളിലൊക്കെയും കർത്താവ് അവിടെ നിന്നും കൈപിടിച്ചു നമ്മെ ഉയർത്തി. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ സിയോൻ പർവ്വതത്തോട് താരതമ്യപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് ഈ സങ്കീർത്തനത്തിൽ കാണുവാൻ സാധിക്കുന്നു. ഉറപ്പിൻ്റെയും കരുത്തിൻ്റെയും പ്രതീകമായിട്ട് നമുക്ക് അത് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. അതിൻ്റെ 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ഇപ്രകാരം വായിക്കുന്നു. 125 സങ്കീർത്തനം 2 മുതൽ 5 വരെ. യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു. പർവ്വതങ്ങൾ യെരൂശലേമിനെ ചുറ്റിയിരിക്കുന്നു. യഹോവ ഇന്നു മുതൽ എന്നേക്കും തൻ്റെ ജനത്തെ ചുറ്റിയിരിക്കുന്നു. നീതിമാന്മാർ നീതികേടിലേക്ക് കൈ നീട്ടാതിരിക്കേണ്ടതിനു ദുഷ്ടന്മാരുടെ ചെങ്കോൽ നീതിമാന്മാരുടെ അവകാശത്തിന്മേൽ ഇരിക്കുകയില്ല. യഹോവേ, ഗുണവാന്മാർക്കും ഹൃദയപരമാർത്ഥികൾക്കും നന്മ ചെയ്യണമേ. എന്നാൽ വളഞ്ഞ വഴിയിലേക്കു തിരിയുന്നവരെ യഹോവ ദുഷ്പ്രവർത്തിക്കാരോടുകൂടെ പോകുമാറാക്കട്ടെ. ഇസ്രായേലിൽ മേൽ സമാധാനം വരുമാറാകട്ടെ. ദൈവത്തിൽ വിശ്വസിക്കുവാനും ആശ്രയിക്കുവാനും സിയോൻ പർവ്വതം തങ്ങളുടെ ഇളകാത്ത സങ്കേതം ആയിരിക്കുന്നത് പോലെ മാറ്റമില്ലാതെ തുടരുവാനും ഇവിടെ ദൈവജനം നമ്മോട് ആഹ്വാനം ചെയ്യപ്പെടുന്നു. അതായത് നമുക്ക് കാര്യങ്ങൾ വേണ്ട പോലെ മനസ്സിലാകാതിരിക്കുമ്പോഴും ദൈവത്തിൻ്റെ നന്മയിൽ നമുക്ക് ആശ്രയിക്കുവാൻ കഴിയണം. അത്തരത്തിൽ ദൈവത്തെ ആശ്രയിക്കുവാൻ നാം ബാധ്യസ്ഥരാണ്. അത്തരത്തിൽ നാം ദൈവത്തെ ആശ്രയിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുക. പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മൾ ദൈവത്തെ മറന്നുകൊണ്ട് ഈ ലൗകികമായ ജീവിതത്തിലേക്ക് എന്ത് പ്രയാസങ്ങൾ വന്നാൽ പെട്ടെന്ന് നമ്മൾ ആദ്യം ചെല്ലുന്നത് എങ്ങോട്ടാണ് നമ്മൾ ചിന്തിക്കുക. എല്ലാം കഴിഞ്ഞതിന് ശേഷമായിരിക്കും, അവസാനമായിരിക്കും നാം ദൈവത്തെ സമീപിക്കുന്നത്, അല്ലേ? മനുഷ്യരാൽ കഴിയാത്ത കാര്യങ്ങൾ പലതും നമ്മൾ എല്ലാ വാതിലുകൾ പോയി മുട്ടും. എല്ലാം അടഞ്ഞിരിക്കുന്നു എന്ന് ബോധ്യമായി ഇനി മനുഷ്യരാൽ ഒന്നും കഴിയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന സമയമായിരിക്കും, എല്ലാത്തിൻ്റെ അവസാനമായിരിക്കും നാം ദൈവത്തെ പോയി അന്വേഷിക്കുന്നത്. പക്ഷേ നാം ആദ്യമേ ദൈവത്തെ അന്വേഷിക്കുന്നുവെങ്കിൽ നാം ഒരു പ്രതിസന്ധിയിലും കുലുങ്ങിപ്പോകാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകും. നാം ദുഷ്ടത പ്രവർത്തിക്കുന്നുവെങ്കിൽ ദൈവം അതിനായിട്ട് ഒരു പ്രതിഫലം നിശ്ചയിച്ചിട്ടുണ്ട്. ഇവിടെ നാം വായിച്ചത്, എന്നാൽ വളഞ്ഞ വഴിയിലേക്കു
തിരിയുന്നവരെ യഹോവയായ ദൈവം ദുഷ്ടന്മാരോട് കൂടെ എണ്ണുകയും ചെയ്യുന്നതായിട്ട് കാണുന്നു. അത്തരത്തിൽ ഈ സങ്കീർത്തനങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലായത് എന്തൊക്കെയാണ്? പ്രതിസന്ധി പ്രയാസങ്ങളൊക്കെയും വരുമ്പോൾ നാം ദൈവത്തിൽ ആശ്രയം വയ്ക്കുക. സിയോൻ പർവ്വതം എന്താണ് എന്ന് നാം മനസ്സിലാക്കി. സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ദൈവത്തിൻ്റെ സാന്നിധ്യവും നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലം, ദാവീദിൻ്റെ നഗരമായിട്ട്, ഈ സർവ്വഭൂമിയുടെ ആനന്ദകരമായുള്ള സ്ഥലം സിയോൻ. ദൈവം അവിടെ തൻ്റെ ഭരണം കാഴ്ചവെക്കുന്നു. അവിടെ നിന്നും ഭൂമിയുടെ അറ്റത്തോളം സൂര്യപ്രകാശം, സൂര്യനിൽ നിന്നുമാണ് എല്ലാം വരുന്നത്. അപ്പോൾ ആ കിരണങ്ങളൊക്കെയും എന്താണ്? ഭൂമിയുടെ അറ്റത്തോളം എത്തുന്നത് പോലെ ദൈവത്തിൻ്റെ നന്മ, സമാധാനം ഒക്കെയും അനുഗ്രഹം സൂര്യകിരണങ്ങൾ എത്തുന്ന പോലെ ഭൂമിയുടെ അറ്റത്തോളം സിയോനിൽ നിന്നും എത്തുന്നതായിട്ട് കാണുന്നു. നാം ഈ ദൈവത്തിലാണോ പ്രത്യാശ വെച്ചിരിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുക. ഈ സങ്കീർത്തനങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ ഈ ഇന്നത്തെ നിലവാരം, നമ്മുടെ ആത്മീയ നിലവാരവുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ എത്രമാത്രം അടുപ്പമുള്ള ഒരു വ്യക്തിയായിട്ടാണ് നാമും ദൈവവുമായിട്ടുള്ള ബന്ധം, എത്രമാത്രം അടുത്തതാണോ അതോ അകൽച്ചയിലാണോ നിൽക്കുന്നത് ചിന്തിക്കുക. അകൽച്ചയിലാണോ ഉണ്ടെങ്കിൽ നമ്മളിതൊക്കെയും വായിക്കുമ്പോൾ നമ്മളിലുള്ളതായ ആ എല്ലാവിധമായ ആറ്റിറ്റ്യൂഡുകളും മനോഭാവങ്ങളും മാറ്റിവെച്ചുകൊണ്ട് നാം ദൈവത്തെങ്കിലേക്ക് കൂടുതൽ അടുക്കുവാനായിട്ട് ഈ സങ്കീർത്തനങ്ങളൊക്കെയും നമ്മെ ആഹ്വാനം ചെയ്യും. നമ്മളിതൊക്കെയും വായിക്കുമ്പോൾ ഇതൊക്കെ എൻ്റെ ജീവിതത്തിലും ഉള്ളതാണ്, എൻ്റെ ഓരോ ഇമോഷൻസാണ് എന്നുകൂടെ മനസ്സിലാക്കിക്കൊണ്ട് പ്രതിസന്ധി പ്രയാസങ്ങളൊക്കെയും വരുമ്പോൾ നാം ആദ്യം ദൈവമുഖം അന്വേഷിക്കുക. ദാവീദ് കഷ്ടത്തിലായിരുമ്പോൾ ദൈവം മുഖമാണ് ആദ്യം അന്വേഷിച്ചത്. അത്തരത്തിൽ ദൈവമുഖം അന്വേഷിക്കുന്നവരായിട്ട് ഈ അന്ത്യനാളുകളിൽ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സങ്കീർത്തനങ്ങളിൽ നിന്ന് തുടർന്നും നമ്മൾ പഠിക്കുക, ധ്യാനിക്കുക, നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് വയ്ക്കുവാനായിട്ട്, ആരാധനയുടെ പ്രാർത്ഥനയിൽ സങ്കീർത്തനങ്ങൾ ഉൾപ്പെടുത്തുവാനായിട്ട് വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ വചനപാഠത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമുക്കൊരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, നല്ല സമയത്തിനായ സ്തോത്രം. അടിയങ്ങളെ കേൾപ്പിച്ചതായ കർത്താവേ, ഓരോ വചനങ്ങൾക്കുമായിട്ടും അടിയങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ, ഓൺലൈനിലൂടെ കർത്താവേ അടിയനെ ശ്രവിച്ച എല്ലാ ദൈവമക്കളെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാണ് പ്രാർത്ഥിക്കുന്നു കർത്താവേ. യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ ആകുവാൻ അടിയങ്ങൾ ഓരോരുത്തരോടും സഹായിക്കുമാറാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങയുടെ സമാധാനം, സന്തോഷം, ആനന്ദം ഒക്കെയും രുചിച്ചറിയുവാൻ അടിയങ്ങളെ സഹായിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. അത്തരത്തിൽ രുചിച്ചറിഞ്ഞവരാണ് കർത്താവേ ഇത്തരത്തിലുള്ള ഓരോ കീർത്തനങ്ങളും രചിച്ചിട്ടുള്ളത് കർത്താവേ. അത്തരത്തിൽ ആ സന്തോഷം, അനുഗ്രഹം, ഭാഗ്യം ഒക്കെയും അറിയുവാനായിട്ട് അടിയങ്ങളെയും ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ദൈവമക്കളെയും ഞങ്ങളുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കുമാറാകണമേ. പ്രാർത്ഥന കേട്ടിരിക്കാനുള്ള സ്തോത്രം സർവ്വം യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ ചോദിക്കുന്നു. കൃപ തോന്നി കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ.